വെൽക്കം ടു ആൾ. ഐ എം സതീഷ് കുമാർ. നമ്മൾ വയർമാൻ പെർമിറ്റിന്റെ ക്ലാസിന്റെ 6ാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 45 ക്വസ്റ്റ്യൻ വരെ ചെയ്തു. 46ാമത്തെ ക്വസ്റ്റ്യൻ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിലെ ഇലക്ട്രിക്കൽ വയറിംഗ് സംബന്ധിച്ചുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഏതാണ്, എത്രാമത്തെ റൂളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ അതായത് വീടുകളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് IS 732/2019. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ IS 732 മാത്രമേ കാണൂ, കുഴപ്പമില്ല, എങ്കിൽ അത് എഴുതുക. ഇല്ലെങ്കിൽ ഫുൾ ആണെങ്കിൽ IS 732/2019. 47ാമത്തെ ക്വസ്റ്റ്യൻ, കോപ്പർ, GI, അലുമിനിയം, സ്റ്റീൽ ഇവയിൽ ഏതിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഫോൾട്ട് കറണ്ട് കടന്നു പോകുന്നത്? നമുക്ക് ഫോൾട്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അലുമിനിയം എന്നോ GI എന്നോ ഒക്കെ തോന്നും. അങ്ങനെയൊന്നും അല്ല. ഇവിടെ നമ്മൾ ഈ എർത്ത് ഫോൾട്ട് പോലത്തെ ഫോൾട്ട് കറണ്ടുകൾ പോകുന്നത് ഏറ്റവും പെട്ടെന്ന് കടന്നു പോകുന്നത്, അതായത് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഏതാണ്? അപ്പൊ റെസിസ്റ്റൻസ് കുറഞ്ഞ കോപ്പറിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് ഇത് കടന്നു പോകുന്നത്. അപ്പൊ ഉത്തരം കോപ്പർ. ഇനി 48ാമത്തെ ചോദ്യമാണ്, സിനിമാ തിയേറ്ററിൽ എവിടെയാണ് ഡിം ലൈറ്റ് സ്ഥാപിക്കേണ്ടത്? സിനിമാ തിയേറ്ററിനകത്ത് എവിടെയാണ് ഡിം ലൈറ്റ്? പുറത്താണോ, അകത്താണോ, അത് ഇനി ക്യാബിനകത്താണോ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. ടിക്കറ്റ് കൗണ്ടറിലാണോ? അപ്പൊ ഇതിനകത്ത് എവിടെയാണ് നമുക്ക് ഡിം ലൈറ്റ് സ്ഥാപിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം, നമുക്ക് ഈ സിനിമയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ആളുകൾ കയറി വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാണാനായിട്ടാണ് നമ്മൾ ഡിം ലൈറ്റ് ഉപയോഗിക്കേണ്ടത്. അത് 20 ലക്സിന് താഴെ ആയിരിക്കാനുള്ള ലൈറ്റുകളായിരിക്കും. അത് നമ്മുടെ സീറ്റിന്റെ സൈഡിലോ അല്ലെങ്കിൽ ആ സ്റ്റെപ്പിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഉത്തരം ഓഡിറ്റോറിയത്തിന് അകത്ത്. 49ാമത്തെ ചോദ്യം, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകളിൽ വൈൻഡിങ് ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോഡിലിരിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിന്റെ പ്രൈമറി എന്ന് പറയുന്നത് 11 kVയും സെക്കൻഡറി 415 വോൾട്ടുമാണ്. ആ 415 എന്ന് ഓരോ ഫേസും ന്യൂട്രലുമായിട്ട് എടുത്താണ് നമുക്ക് സിംഗിൾ ഫേസ് വീടുകളിൽ തരുന്നത്. അല്ലെങ്കിൽ 3 ഫേസ് വീടുകളിലേക്ക് കൊടുക്കുന്ന 3 ഫേസ് ന്യൂട്രലുമായിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോ അതിന്റെ ട്രാൻസ്ഫോമറിന്റെ 11 kV എന്ന് പറയുന്ന പ്രൈമറി ഡെൽറ്റ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, 11 kV വരുന്ന വെറും 3 കമ്പികളേ ഉള്ളൂ. ഇനി സെക്കൻഡറി അതായത് 415 വോൾട്ടാണ് നമുക്ക് സ്റ്റാർ ആയിട്ട് തരുന്നത്. ഓക്കെ, ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, KSEBL, KSELB, കിൻഫ്ര, തൃശൂർ കോർപ്പറേഷൻ ഇവയിൽ ഇലക്ട്രിക്കൽ എനർജി വിതരണം ചെയ്യാൻ അവകാശം ഇല്ലാത്തത് ആർക്ക്? കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നും. കിൻഫ്ര ആണോ? ഒന്നുമല്ല. അത് കഴിഞ്ഞ് തൃശൂർ കോർപ്പറേഷൻ ആണോ? അപ്പൊ നമുക്ക് സംശയം തോന്നിക്കത്തില്ല. കിൻഫ്രയ്ക്ക് സ്വന്തമായിട്ട് പവർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ KSEB എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ആണ്. അവരാണ് നമുക്ക് കൂടുതലും സപ്ലൈ തരുന്നത്. തൃശൂർ കോർപ്പറേഷൻ KSEBയുടെ കയ്യിൽ നിന്നും സപ്ലൈ വാങ്ങിയിട്ട് അവരുടെ സ്വന്തമായിട്ട് അവർ തന്നെ വിതരണം ചെയ്ത് അവർ പണം പിരിവ് നടത്തുകയാണ് ചെയ്യുന്നത്, മീറ്റർ റീഡിംഗ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കും അതിനുള്ള അവകാശമുണ്ട്. പിന്നെ ഉള്ളത് KSELB എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡാണ്. അവർക്ക് ഈ വിതരണം ചെയ്യാനുള്ള അവകാശമില്ല. ഓക്കെ, അപ്പൊ ഉത്തരം KSELB. ഒരു സബ് സർക്യൂട്ടിൽ പരമാവധി എത്ര വാട്ട് വരെ കണക്ട് ചെയ്യാം? ഒരു സബ് സർക്യൂട്ടിൽ പരമാവധി എത്ര വാട്ട് വരെ കണക്ട് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, 800 വാട്ട്സ് ഓർ 10 പോയിന്റ്സ് എന്നാണ്. അപ്പൊ നമുക്കിവിടെ ആ 10 പോയിന്റ്സിന്റെ ആവശ്യമില്ല, 800 വാട്ട് കണക്ട് ചെയ്യാം എന്നാണ് എന്റെ ഉത്തരം. ഓക്കെ, 52ാമത്തെ ചോദ്യം, ഒരു ട്രാൻസ്ഫോർമറിൽ ബക്കോൾഡ് റിലേയുടെ സ്ഥാനം എവിടെയാണ്? ബക്കോൾഡ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ടാങ്കിനും കൺസർവേറ്ററിനും ഇടയ്ക്കായിരിക്കും അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോ മെയിൻ ടാങ്കിനും അതായത് ട്രാൻസ്ഫോമറിന്റെ ടാങ്കിനും കൺസർവേറ്റർ ടാങ്കിനും ഇടയ്ക്കായിരിക്കും ബക്കോൾഡ് റിലേ എന്ന് പറയുന്നത്. 53ാമത്തെ ചോദ്യം, 720 വയറിൽ 20 എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട് 118, 320, 720 എന്നൊക്കെ. അപ്പൊ അതില് ഈ 20 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 180ലാണ് 18 എന്ന് പറയുന്നത് എന്താണ് എന്നാണ്. അപ്പൊ ഈ ഇവിടെ 720 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഗേജിന്റെ
7 വയർ എന്നാണ്. അപ്പൊ 320 എന്ന് പറയുമ്പോൾ 20 ഗേജിന്റെ 3 വയർ, 118 എന്ന് പറയുമ്പോൾ 18 ഗേജിന്റെ 1 വയർ. അപ്പൊ നമ്മുടെ ഉത്തരം വയറിന്റെ ഗേജ് അല്ലെങ്കിൽ കനമാണ്. 54-ാമത്തെ ചോദ്യം, ഒരു വയർമാൻ പെർമിറ്റ് ഹോൾഡർ തന്റെ പെർമിറ്റ് ലഭിച്ചതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞാണ് സി ക്ലാസ് ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാവുന്നത്? അപ്പോ നമ്മൾ ലൈസൻസ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് അയാളുടെ കൂടെ ജോലി ചെയ്താൽ കഴിഞ്ഞിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്നാണ്. അതായത് എന്റെ ഉത്തരം 3 വർഷമാണത്. റൂൾ 15 പ്രകാരം 3 വർഷമാണ്. വീടുകളിലെ വയറിംഗ് പോയിന്റുകൾ നമ്മൾ ഏത് രീതിയിലാണ് ഘടിപ്പിക്കേണ്ടത്? നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ പാഠത്തിൽ സീരീസ് പാരലൽ കോമ്പിനേഷൻ. എങ്ങനെ? അപ്പൊ ഇതിൽ ഏത് മെത്തേഡിലാണ് നമ്മൾ വീടുകളിലെ വയറിംഗ് ഘടിപ്പിക്കേണ്ടതെന്നാണ് ഉത്തരം പാരലൽ. ഇനി 56-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഇപ്പൊ കേരളത്തിലെ ഡീസൽ പവർ പ്ലാന്റ് ഉള്ളത് ഇപ്പൊ നിലവില് ആദ്യത്തെ നമുക്ക് ബ്രഹ്മപുരത്താണ്. ബ്രഹ്മപുരം എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. ഓക്കെ. ഇനി ഇലക്ട്രിക് ട്രെയിനിൽ ഉപയോഗിക്കുന്ന മോട്ടോർ ഏതാണ്? ഇലക്ട്രിക് ട്രെയിനിൽ ഉപയോഗിക്കുന്ന മോട്ടോർ എന്ന് പറയുന്നത് DC സീരീസ് മോട്ടറാണ്. അപ്പോ ഇനി നമുക്ക് 58-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 58-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കണക്റ്റഡ് ലോഡ് 7 കിലോ വാട്ടുള്ള ഒരു വീട്ടിലേക്ക് ഏത് രീതിയിലുള്ള കണക്ഷനാണ് വേണ്ടത്? 4500 മുകളിൽ, അതായത് 5000 മുതൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 3 ഫേസ് നിർബന്ധമാണെന്ന് നമുക്ക് അറിയാം. അപ്പോ 7 കിലോ വാട്ട് ഉണ്ടെങ്കിൽ എന്റെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും? 3 ഫേസ് തന്നെ ആയിരിക്കും. ഓക്കെ. ഇനി 59-ാമത്തെ ചോദ്യം, ഒരു കോൺട്രാക്ടർ തന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനോടൊപ്പം KSEBയിൽ ഹാജരാക്കേണ്ട രജിസ്റ്റർ ഏതാണ്? ഇപ്പൊ KSEBയിൽ നമ്മള് പുതിയ കണക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ചിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കോൺട്രാക്ടർ സൈൻ ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് അതിന്റെ കൂടെ നമ്മൾ ഹാജരാക്കേണ്ട രജിസ്റ്റർ ഏതാണ്? അത് വർക്ക് രജിസ്റ്റർ ആണ്. നമുക്ക് അതിന്റെ ഒരു കോപ്പിയാണ് കൊടുക്കേണ്ടത്. ഒരു കോപ്പി നമ്മൾ സൂക്ഷിക്കണം. ആവശ്യമെന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റർ ഹാജരാക്കണം. അപ്പൊ ഈ വീഡിയോയിലെ 60-ാമത്തെയും അവസാനത്തെയും ചോദ്യമാണ്, ഒരു സെല്ലിന്റെയോ ബാറ്ററിയുടെയോ കപ്പാസിറ്റി പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് സെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന 1.5 വോൾട്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതിന് വോൾട്ടേജ് പറയാറില്ല, ആംപിയർ അവറെ പറയാറുള്ളൂ. എങ്കിൽ പോലും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സെല്ലിനോ പെൻ ടോർച്ച് ബാറ്ററികളൊക്കെ ചെന്ന് പറയുമ്പോൾ നമ്മൾ പറയും അല്ലെങ്കിൽ AA, AAA എന്നൊക്കെ പറയും. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആംപിയർ അവർ ബാർ വോൾട്ട് ആണ് അതിന്റെ ഉത്തരം. ആംപിയർ അവറും വോൾട്ടേജുമാണ് പറയേണ്ടത്. അപ്പോ ഈ സെക്ഷനിലെ വീഡിയോകൾ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എത്തുന്നത് വരെ താങ്ക് യു.